മഴക്കാലമെത്തിയതോടെ കണ്ണീർക്കടലിൽ സംസ്ഥാനത്തെ കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങൾ. ആവശ്യത്തിന് കളിമണ്ണ് ലഭിക്കാത്തതും വിൽപ്പനയും ഉൽപാദനവും കുറഞ്ഞതും വെല്ലുവിളിയായി. മഴക്കാലമെത്തിയതോടെ കണ്ണീർക്കടലിലാണ് സംസ്ഥാനത്തെ കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങൾ. ആവശ്യത്തിന് കളിമണ്ണ് ലഭിക്കാത്തതും വിൽപ്പനയും ഉൽപാദനവും കുറഞ്ഞതും വെല്ലുവിളിയായി. കളിമൺ ഉപകരണങ്ങളുടെ ശേഖരം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. മഴ കനത്തതോടെ നിത്യവൃത്തിക്കായി പാതയോരങ്ങളിലിരുന്ന് വിൽപ്പന നടത്തിയിരുന്നവരും തിരികെ വീടുകളിലേക്ക് മടങ്ങി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നഗര ഗ്രാമീണ മേഖലകളിൽ കുടിൽ വ്യവസായമായി കളിമൺ പാത്രങ്ങൾ, കിണർ റിങ്ങുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്ന കുംഭാര സമുദായാംഗങ്ങൾ എത്തിപ്പെട്ടത് വലിയ ആശങ്കയുടെ തീരത്താണ്. മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ തീർത്തും പ്രകൃതി സൗഹൃദമായ ഈ മേഖലയെ സംരക്ഷിക്കാൻ കാര്യമായ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. അധിക വില നൽകിയാണ് കളിമണ്ണ് നിർമ്മാണശാലകളിൽ എത്തിക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണവും ഇവർക്ക് വെല്ലുവിളിയാണ്. പ്ലാസ്റ്റിക്കിനെതിരെ പോരാട്ടം പ്രഖ്യാപിക്കുന്ന അധികൃതർ കളിമൺ ഉപകരണങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന പാലക്കാട് ആറങ്ങോട്ടുകര എഴുമങ്ങാട് സ്വദേശി പൂളക്കപ്പറമ്പിൽ 48 വയസ്സുള്ള പൊന്നു പറയുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് പൊന്നു തയ്യാറാക്കിയ നൂറുകണക്കിന് പ്രകൃതി സൗഹൃദ കളിമൺ വേസ്റ്റ് ബിന്നുകൾ നിർമ്മാണശാലയ്ക്ക് സമീപം കെട്ടിക്കിടക്കുകയാണ്. പുതിയ സർക്കാരെങ്കിലും ഈ മേഖലയെ കൈപ്പിടിച്ചുയർത്തുമോ എന്ന പ്രതീക്ഷയും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ശില്പികളെ വെല്ലുന്ന കരവിരുതിൽ പ്രകൃതി സൗഹൃദ കളിമൺ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന തൊഴിലാളി സമൂഹത്തെ കൈപ്പിടിച്ചുയർത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാവുകയാണ്. വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ മേഖലയിൽ നിന്ന് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ അനുദിനം പിന്മാറുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. പ്ലാസ്റ്റിക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവർ ബദൽ സംവിധാനമായ ഈ മേഖലയുടെ തകർച്ചയിലേക്ക് എത്തി നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ എല്ലാ നമ്മളിപ്പോൾ ഈ കമ്പോസ്റ്റിൻ്റെ പോട്ടുകൾ പണിതു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇറക്കേണ്ടതായിരുന്നു, കോർപ്പറേഷനിലൊക്കെ. അതൊക്കെ ഇപ്പോൾ നിർത്തിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇറക്കുക, ഗവൺമെൻറ് തന്നെ ഓർഡർ ആക്കുക, പ്ലാസ്റ്റിക് നിരോധിക്കുക, പിന്നെ അവരുടെ ആ സാധനങ്ങൾ തന്നെ എടുക്കുക. നമ്മളിവിടെ എത്ര സാധനങ്ങളൊക്കെ എത്തിക്കെടുക്കണ്. നമുക്കിപ്പോൾ എന്താ അവർ ചെയ്യണത്? ഒന്നും ചെയ്യണതില്ല. കാരണം മണ്ണിൻ്റെ കാര്യത്തിൽ അവരൊരു ഇതുമില്ല. പിണറായി മന്ത്രിസഭ വന്നപ്പോൾ അവരന്ന് മുഖ്യമന്ത്രി മൺപാത്ര തൊഴിലാളികൾക്ക് മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയായിരുന്നു. ഈ ഗവൺമെൻറ് ഇപ്പോൾ കയറിയിട്ടല്ലേ ഉള്ളൂ. ഇവരുടെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ന്യൂസ് ഡെസ്ക് തനിനിറം.